ബിലോ ആവറേജ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബിലോ ആവറേജ് ആയിരുന്നു. അതില് പലപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു, കിട്ടുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. 4 ലക്ഷം പേരുള്ളത് 2.25 ലക്ഷം ഓൾ ഇന്ത്യ റാങ്ക് 2.25 ഫസ്റ്റ് ടൈം. അതായത് ബെർലിനിൽ വരുന്നതിന് മുമ്പ് എക്സാം എഴുതിയപ്പോൾ 2.25 ലക്ഷമായിരുന്നു. തളർത്തി കളയുന്ന രീതിയിലാണ് ആളുകൾ പറയുന്നത്. കിട്ടില്ല എന്ന് അവർ കിട്ടാൻ ചാൻസ് കുറവാണ്, കൊണ്ട് പറ്റണ കാര്യമല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുള്ളതാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകത്തോളം വെച്ച് കഴിഞ്ഞാൽ ബ്രില്യൻറ്റിലെ എക്സാംസ് എന്ന് പറഞ്ഞാൽ നീറ്റിനേക്കാളും ടഫാണ്. അത് കാരണം വെച്ചാൽ നിങ്ങളെ ഈസി പേപ്പേഴ്സ് തന്നിട്ട് നിങ്ങളെ സന്തോഷിപ്പിച്ചിരുത്തല്ല അവർ ചെയ്യണത്. അവർ ഡിഫിക്കൽട്ടായിട്ടുള്ള അതിന് വേണ്ടിയിട്ട് സാറന്മാരിരുന്ന് പണിയെടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ലോസ്റ്റ് ആയിട്ട് ഒരാളെ ഇങ്ങോട്ട് എത്തിച്ചതിലൊക്കെ വലിയൊരു പങ്ക് അവർക്കുണ്ട്. അതൊക്കെ കൊണ്ടാണ് എനിക്കിപ്പോഴും അതിൻ്റെ ഒരു കടപ്പാടും കാര്യങ്ങളും കൊണ്ടാണ് 6 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇവരെ കാണാൻ വേണ്ടി വന്നത് തന്നെ. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഞാൻ ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിരുന്നു. ആദ്യം ഞാൻ സ്റ്റേറ്റ് സ്കൂളിലാണ് പഠിച്ചത്. സ്റ്റേറ്റ് സ്കൂളിൽ എനിക്ക് മനസ്സിലായത്തോളം മാർക്കാണ് അവിടെ വലിയ കാര്യം. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 4 പേജൊക്കെ എഴുതി വെക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവായിട്ട് വലിച്ചു വാരി കൂട്ടി എഴുതുന്നൊരു കൂട്ടത്തിലായിരുന്നു. വളരെ ബ്ലൈൻഡ് ആയിട്ടാണ്. ഇത് ഈ എൻട്രൻസ് എന്ന് പറഞ്ഞ സാധനം ഇത്ര ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ബ്രില്യൻ്റ് വരുമ്പോൾ ഒരുപാട് ബാക്കിലോട്ട് പോകണം, ബിലോ ആവറേജ് എന്നുള്ള രീതിയിലൊക്കെ പോയി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഇത്ര ഇങ്ങനെ മാർക്ക് പറയുമ്പോൾ ആലോചിച്ചാൽ മതി, നിങ്ങൾ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് പോപ്പുലേഷനാണ്. ബ്രില്യൻറ്റിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായതാണ്. കാരണം അവർ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ക്ലാസ്സസും അല്ലെങ്കിൽ ആ യൂണിറ്റ്സ് ആയിട്ട് തിരിച്ച് ഓരോ സാറന്മാരാണെങ്കിൽ തന്നെ അവർ ആ പഠിപ്പിക്കുന്ന ചാപ്റ്റേഴ്സിനെ പറ്റി അവർ ഏറ്റവും അടിപൊളിയാണ് ശരിക്കും കാര്യത്തിൽ. അവരോട് എന്ത് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. എല്ലാ കാര്യത്തിലും പറഞ്ഞു തരുന്നതിന് ഉപരി എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ബ്രില്യൻറ്റിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ വളരെയധികം പാഷനേറ്റ് ആണ്. എൻ ഗോള് മനസ്സിൽ കണ്ടോട്ടാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമായിരുന്നു. എനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എയിംസ് ഒക്കെ ജിപ്മർ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്നുള്ളത് എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഞാൻ വീണ മാത്രം അറിയാവുന്ന ഒരാളായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് കോസ്റ്റ് ഗിറ്റാർ വായിക്കാൻ പഠിച്ചു, ബേസ് ഗിറ്റാർ വായിക്കാൻ പഠിച്ചു, കഹൂൺ വായിക്കും. ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു കാലിക്കറ്റിൽ. പ്രീ കോവിഡ് സമയത്ത് ഞങ്ങൾ കോളേജിനടുത്തുള്ള കുറേ ക്യാഫേസിൽ പോയി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇന്റർ സോൺ, അതായത് കുഹാസിൻ്റെ ഇടയിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അടിയിലുള്ള എല്ലാ കോളേജസിനും തമ്മിലുള്ള ആർട്ട് ഫെസ്റ്റിൽ കപ്പടിച്ച്. (2024) നീറ്റ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ ഇന്നൊരു അതിഥിയെ പരിചയപ്പെടുത്തി തരാം. 2017 ബെർലിൻ സ്റ്റഡി സെൻറ്ററിലേക്ക് എത്തുന്നൊരു വിദ്യാർത്ഥി. അല്പം ടെൻഷനും ഭീതിയും ഒക്കെ ഉണ്ട് ആ വിദ്യാർത്ഥി ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ. കാരണം ആ വർഷം നീറ്റ് എൻട്രൻസ് എക്സാം നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷേ പിന്നീട് ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്നു, നല്ലൊരു സ്കോർ കരസ്ഥമാക്കുന്നു. അദ്ദേഹം ഡ്രീം ചെയ്തിരുന്ന ക്യാമ്പസായ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക്, അതായത് കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം അദ്ദേഹം വലിയ വലിയ കയ്യടികൾ നേടി. നല്ലൊരു കലാകാരനാണ്, ദ ഗ്രേറ്റ് ട്രാവലറാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഈ വിദ്യാർത്ഥിക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ കൃഷ്ണനുണ്ണി. അദ്ദേഹം ഇന്ന് വലിയൊരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തിച്ചേരുകയാണ്. ബെർലിനിലെ അധ്യാപകരെ കാണാൻ, ബെർലിനിലെ ഡയറക്ടേഴ്സിനെ കാണാൻ, അതുപോലെ തന്നെ ബെർലിനിൽ പഠിപ്പിച്ച പ്രൊഫസേഴ്സിനെ കാണാൻ. അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ബെർലിനിലേക്ക് ഒരു 6 വർഷത്തിന് ശേഷം ക്യാമ്പസിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാലോ. (2024) നീറ്റ് എൻട്രൻസ് എക്സാം എഴുതുന്നത് ഏകദേശം 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ്. ഈ ഒരു ലാസ്റ്റ് ടൈമിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഒരു പക്ഷേ ചെറിയൊരു ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലേ? നമുക്ക് ഈ നീറ്റ് 2024 അതിജീവിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എല്ലാവർക്കുമുണ്ട്. 2017 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഇതേ ഒരു പീരീഡിലൂടെ തന്നെ, ഇതേ ടെൻഷനിലൂടെ തന്നെ, ഇതേ ഭീതിയിലൂടെ തന്നെ കടന്നു പോയിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് കൃഷ്ണനുണ്ണി. കൃഷ്ണനുണ്ണി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ്. ബെർലിനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൾ വലിയൊരു ട്രാവലറാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ പറയാനാണ് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ടെൻഷനും ഭീതിയും ഒക്കെ ഉണ്ടായിരുന്ന കൃഷ്ണനുണ്ണി ആ ഒരു സമയത്തെ അതിജീവിച്ച് തൻ്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണ്. ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ ഒരു മാർഗവുമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ലക്ഷ്യത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് മാർഗത്തെ കണ്ടെത്തി പഠിച്ച ഒരാളാണ് കൃഷ്ണനുണ്ണി. ഞാൻ ആദ്യമേ തന്നെ ചോദിക്കട്ടെ, ഞങ്ങളുടെ കുട്ടികളെല്ലാം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതേ ഒരു ടെൻഷനിലൂടെ, ഇതേ ഒരു പീരീഡിലൂടെ തന്നെ 2017 കൃഷ്ണനുണ്ണി കടന്നു പോയിട്ടുണ്ട്, അല്ലേ?
യെസ്. അപ്പോൾ നീറ്റ് എൻട്രൻസ് എക്സാം 2024 എഴുതാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്, ബ്രില്യൻറ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ നല്ല കോൺഫിഡൻ്റ് ആണ്. എങ്കിൽ പോലും ഒരു ചെറിയൊരു ടെൻഷൻ അവരുടെ ഉള്ളിൽ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. കാരണം എക്സാം അടുത്ത് വരികയാണ്. സ്വാഭാവികമാണ്, ടെൻഷൻ വേണം അല്ലേ? എല്ലാവരും പറയാറുണ്ട് ഒരു പക്ഷേ ടെൻഷൻ വേണം, അതനുസരിച്ച് വേണം പഠനത്തെയും കാര്യങ്ങളെയൊക്കെ ക്രമീകരിക്കാൻ, എങ്കിലേ നമുക്ക് സാധിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണനുണ്ണി എങ്ങനെയായിരുന്നു ഒരു ലാസ്റ്റ് ടൈമിനെ ക്രമീകരിച്ചുകൊണ്ടിരുന്നത്? ഈ നീറ്റിന് പഠിക്കുമ്പോൾ ടെൻഷൻ എന്നുള്ളത് അനിവാര്യമാണ്. കാരണം എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറിൻ്റെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരു വർഷം മാറ്റിവെച്ച് എല്ലാം മാറ്റിവെച്ച് വീട്ടുകാരും കുടുംബക്കാരെ കാണാണ്ട് കല്യാണം അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് എല്ലാം മാറ്റി വെച്ചിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് തന്നെയാണ്. ഞാൻ വന്നപ്പോൾ മുതലേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നുള്ള സാധനം എൻ ഗോള് മനസ്സിൽ കണ്ടോട്ടാണ്. ഡ്രീം ഉണ്ടായിരുന്നു, ഡ്രീം ഡെസ്റ്റിനേഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിരുന്നു മാത്രമായിരുന്നു. എനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എയിംസ് ഒക്കെ ജിപ്മർ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്നുള്ളത് എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഇപ്പോൾ ഒരു ഡ്രീം ഉണ്ടായിരുന്നു MBBS, അതിന് വേണ്ടിയിട്ട് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അല്ലേ? യെസ്. അപ്പോൾ അത് തന്നെയായിരുന്നു ആ ഒരു ഡ്രീം പ്ലേസിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്ത തന്നെയായിരുന്നു ഒരു പക്ഷേ ഈ ഒരു ടെൻഷനെയും കാര്യങ്ങളെയും ഒക്കെ അഭിമുഖീകരിച്ച് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കൃഷ്ണനുണ്ണിയെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ എക്സാം ഒക്കെ വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസങ്ങൾ അല്ലെങ്കിൽ തൊട്ടൊരു മാസം, ആ ഒരു 1 മന്ത് പീരീഡിൽ എങ്ങനെയായിരുന്നു പഠിക്കുന്ന കാര്യങ്ങളെയൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരുന്നത്? പഠിക്കുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ ആൻസേഴ്സ് അനലൈസ് ചെയ്യുമായിരുന്നു. ലൈക്ക് ഞാൻ വെറുതെ പോയിട്ടൊരു എക്സാം എഴുതി മാർക്ക് വാങ്ങിച്ച് തിരിച്ചു വരാമെന്നുള്ളതിന് ഉപരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ കോൺസ്റ്റൻ്റ്ലി അനലൈസ് ചെയ്യും. അതിൽ എനിക്ക് ഏത് സബ്ജക്റ്റിലാണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിന് ഏത് ചാപ്റ്ററിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഏത് പോർഷനിലാണ് ഞാൻ നോക്കും. എന്നിട്ട് ഞാനിരുന്ന് ആലോചിക്കും ഇതെന്തുകൊണ്ടാണ് വന്നത്, എൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് തെറ്റിയത്, കെയർലെസ് ആണോ, ഇല്ലെങ്കിൽ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അറിയാവുന്നവർ ചോദിക്കും, പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുക. അങ്ങനെ കോൺസ്റ്റൻ്റ്ലി കറക്റ്റ് ചെയ്താണ് ഞാൻ ആ ലാസ്റ്റ് അങ്ങോട്ട് എത്തിയത്. കൃഷ്ണനുണ്ണി, ഞങ്ങളുടെ ഇവിടുത്തെ ഒരുപാട് വിദ്യാർത്ഥികളാണ് ബ്രില്യൻ്റ് മോഡൽ എക്സാമിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ ഒരു ചെറിയൊരു ഭൂരിപക്ഷം എപ്പോഴും പറയാറുണ്ട് മാർക്കുകൾ കുറവാണ്, മാർക്കുകൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണനുണ്ണി അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കൃഷ്ണനുണ്ണിക്ക് അന്ന് മോഡൽ എക്സാം എഴുതുന്ന സമയത്ത് കിട്ടിയിരുന്ന മാർക്കുകളൊക്കെ എത്രയായിരുന്നു? എനിക്ക് ബിലോ ആവറേജ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ആവറേജ് ആയിരുന്നു. അതിൽ പലപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു, കിട്ടുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാകത്തോളം വെച്ച് കഴിഞ്ഞാൽ ബ്രില്യൻറ്റിലെ എക്സാംസ് എന്ന് പറഞ്ഞാൽ നീറ്റിനേക്കാളും ടഫാണ്. കാരണം നീറ്റിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടിനേക്കാൾ ഒരുപാട് ഉപരിയാണ് അവർ നിങ്ങളെ ട്രെയിൻ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നേരെ അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ മാർക്ക് ഇതിൽ കൂടുതൽ കിട്ടും ശരിക്കും. അത് കാരണം വെച്ചാൽ നിങ്ങളെ ഈസി പേപ്പേഴ്സ് തന്നിട്ട് നിങ്ങളെ സന്തോഷിപ്പിച്ചിരുത്തല്ല അവർ ചെയ്യണത്. അവർ ഡിഫിക്കൽട്ടായിട്ടുള്ള അതിന് വേണ്ടിയിട്ട് സാർമാരിരുന്ന് പണിയെടുക്കുന്നുണ്ട്. അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തീയിൽ കുരുത്ത വെയിലത്ത് പാടില്ല എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇറങ്ങിയ ഒരാളെ നീറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ നല്ല മാർക്ക് എന്തായാലും കിട്ടും, ഉറപ്പാണ്. ഇപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞു ബിലോ ആവറേജ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുട്ടികളൊന്ന് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിവ്യൂടെ സ്കോർ ചോദിക്കുകയാണ്. എത്ര ആയിരുന്നിരിക്കണം അന്ന് കിട്ടിയിരുന്ന ഒരു സ്കോർ പറയുന്നത്? 400, 500 അത്ര റേഞ്ച് കിട്ടും. ഓക്കെ. അപ്പോൾ അതിൽ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടുന്ന ഒരു സ്കോറിലേക്ക് ഫൈനലി എത്തിയത് അല്ലേ? ഓക്കെ. ആ ഒരു സമയത്ത് പഠനത്തെ എങ്ങനെയായിരുന്നു ക്രമീകരിച്ചിരുന്നത്? പഠനത്തെ ക്രമീകരിച്ചെന്ന് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് അനാലിസിസ് ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ പോയി എക്സാം എഴുതി മാർക്ക് വാങ്ങിച്ചിട്ട് വരുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം, നിങ്ങൾ ആൻസർ ചെയ്ത് അനലൈസ് ചെയ്യണം. ലൈക്ക് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് വരുന്നത്. അപ്പോൾ നോക്കുക ഏതിലാണ് ഏറ്റവും കുറവ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഏത് സബ്ജക്റ്റിലാണെങ്കിൽ പോലും ആ സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്കിലാണ്, എന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ വീക്ക് സൈഡ് സ്ട്രോങ് ആക്കിക്കൊണ്ടേയിരിക്കണം. അത് ഫിസിക്സിലാണെങ്കിൽ കൂടുതൽ ഫിസിക്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാം, ബയോളജി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, കെമിസ്ട്രി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡോക്ടർ എന്നൊരു ലക്ഷ്യം അത്രമാത്രം സിൻസിയർ ആയിരുന്നത് കൊണ്ടാണ് റിപ്പീറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഈ ഒരു എൻട്രൻസ് എക്സാമിനെ അഭിമുഖീകരിക്കുകയും എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്നുള്ളൊരു തീരുമാനം ഉള്ളിലേക്ക് എടുക്കുന്നത്. എന്തായിരുന്നു ആ ഒരു അതിനുള്ളൊരു മോട്ടീവ്? ബാല്യം മുതലേ ഉള്ളതായിരുന്നു ഈ ഒരു ലക്ഷ്യം? ബാല്യം മുതലേ ആയെന്ന് വെച്ചാൽ ആയിരുന്നു. കാരണം എൻ്റെ അച്ഛനമ്മയും ഡോക്ടേഴ്സാണ്. അതുപോലെ തന്നെ ഞാൻ ചെറുതിലെ കണ്ടു വളർന്നതും ഞാൻ അച്ഛൻ്റെ കൂടെ ആയിരുന്നു കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനിങ്ങനെ ആൾക്കാർ നോക്കുന്ന എവിടെയെങ്കിലും പോകുമ്പോൾ അച്ഛന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ്, പിന്നെ നാട്ടിൽ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. എന്നെ ആണെങ്കിലും പിന്നെ എന്നെ കുട്ടി ഡോക്ടർ എന്ന് പറഞ്ഞാണ് ചെറുതിലേക്ക് എന്നെ എല്ലാവരും കളിയൊക്കെ ആയിരുന്നു, സത്യം പറഞ്ഞാൽ ആണ്. എന്നിട്ട് പിന്നെ ചെറുതിലെ അച്ഛൻ്റെ ഇടയ്ക്ക് ക്ലിനിക്കിൽ പോയിരിക്കും, മരുന്നെടുത്ത് കൊടുക്കാനൊക്കെ അങ്ങനെയൊക്കെ.
അങ്ങനെ ചെറുതിലേ അതങ്ങ് വന്ന ഒരു ട്രാക്കിൽ ഞാൻ എത്തി. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു പീരീഡിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവരെപ്പോഴും പറയുന്നുണ്ട് ഭയങ്കര ടെൻഷനാണ്. ശരിക്കും ഈ ടെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം നേരത്തെ പറഞ്ഞു അനിവാര്യമാണ് ഈ ഒരു സമയത്ത് കടന്നു പോകുമ്പോൾ. കാരണം ടെൻഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും, എല്ലാവർക്കും ടെൻഷൻ ഉണ്ടെന്നൊക്കെ നേരത്തെ പറയുകയുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയായിരുന്നു അതിനെ ഓവർകം ചെയ്തത്? അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടായിരുന്നോ കൃഷ്ണനുണ്ണിക്ക്? ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഒരു ഡ്രൈവായിരുന്നു എനിക്ക്. നമ്മളിപ്പോൾ ബാറ്റ്മാനിൽ മറ്റേ ആൽഫ്രഡ് ബാറ്റ്മാനോട് പറഞ്ഞതുണ്ട്, യു ഡു നോട്ട് ഫിയർ ഡെത്ത് എന്ന് പറഞ്ഞൊരു സാധനം. പക്ഷെ പറഞ്ഞ് മരണത്തിനോട് ഭയം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊരു ഡ്രൈവ് ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ എൻട്രൻസ് എന്നുള്ള സാധനത്തിൽ ടെൻഷൻ നമുക്കൊരു ഡ്രൈവായി മാറുകയാണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. ആദ്യം നീറ്റ് എഴുതി കഴിഞ്ഞ് 2.25 ലക്ഷം റാങ്കായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് എത്ര പേര് എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും? 3-4 ലക്ഷം പേരൊക്കെ ഉണ്ടാവും. 4 ലക്ഷം പേരുള്ളത് 2.25 ലക്ഷം ഓൾ ഇന്ത്യ റാങ്ക് 2.25 ലക്ഷമായിരുന്നു ഫസ്റ്റ് ടൈം. അതായത് ബെർലിനിൽ വരുന്നതിന് മുമ്പ് എക്സാം എഴുതിയപ്പോൾ 2.25 ലക്ഷമായിരുന്നു. അപ്പോൾ ആ 2.25 ലക്ഷം എനിക്കന്ന് അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വീട്ടുകാർ കൊണ്ട് ചേർക്കാൻ തീരുമാനിച്ച്. അപ്പോൾ അവരിങ്ങനെ കുറച്ച് പേരത്തെ അന്വേഷിച്ച് അവരൊക്കെ പറഞ്ഞത് 2.25 ലക്ഷമാണ്, മോശം റാങ്കാണ്, കിട്ടാൻ സാധ്യത കുറവാണ്, ബുദ്ധിമുട്ടാണ്, അങ്ങനെ പറഞ്ഞ് കുറെ തളർത്തിട്ടൊക്കെ ഉണ്ട്. അതായത് ഫസ്റ്റ് ടൈം ഒരുപാട് കളിയാക്കൽ നേരിടേണ്ടി വന്നു. കളിയാക്കലെന്നല്ല, ഒരു തളർത്തലിനൊക്കെ വേണം പറയാം. തളർത്തി കളയുന്ന രീതിയിലാണ് ആളുകൾ പറയുന്നത്. കിട്ടില്ല കിട്ടാൻ ചാൻസ് കുറവാണ്, കൊണ്ട് പറ്റണ കാര്യമല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒരു വാശിയായിട്ട് അവരെന്തേലും പറഞ്ഞോട്ടെ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം, അങ്ങനെ ഒരു വാശി പുറത്ത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ വന്നതും റിപ്പീറ്റ് ചെയ്തത്. ആ ഒരു വാശിയാണ് ഫൈനലി കൃഷ്ണനുണ്ണി അവിടെ കൊണ്ടെത്തിച്ചത്. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2.25 ലക്ഷം സ്കോർ കരസ്ഥമാക്കുന്ന ഒരു വിദ്യാർത്ഥി അന്ന് എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൽ നിന്നിട്ടും സ്വാഭാവികമായിട്ടും ബെർലിനിലേക്ക് വരുന്നു. ബെർലിനിൽ നിന്നുകൊണ്ട് കൃഷ്ണനുണ്ണി ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തുടങ്ങുന്നു. ആ ഒരു പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠനത്തെ ക്രമീകരിച്ചു, ആ പഠനത്തെ ക്രമീകരിച്ച് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഞാൻ ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിരുന്നു. ആദ്യം ഞാൻ സ്റ്റേറ്റ് സ്കൂളിലാണ് പഠിച്ചത്. സ്റ്റേറ്റ് സ്കൂളിൽ എനിക്ക് മനസ്സിലായത്തോളം മാർക്കാണ് അവിടെ വലിയ കാര്യം. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 4 പേജൊക്കെ എഴുതി വെക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവായിട്ട് വലിച്ചു വാരി കൂട്ടി എഴുതുന്നൊരു കൂട്ടത്തിലായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പരപ്പായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ വന്നൊരവസ്ഥയിൽ ഞാൻ വളരെ ബ്ലൈൻഡ് ആയിട്ടാണ്. ഇത് ഈ എൻട്രൻസ് എന്ന് പറഞ്ഞ സാധനം ഇത്ര ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് അന്ന് അറിഞ്ഞുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് സ്കൂളിൽ നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം എനിക്ക് നേരെ ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ടായിരുന്നില്ല ആക്ച്വലി. കാരണം സ്കൂളിൽ നല്ല മാർക്ക് അങ്ങനെയൊക്കെ ആയ സാധനം ബ്രില്യൻ്റ് വരുന്നപ്പോൾ ഒരുപാട് ബാക്കിലോട്ട് പോണ്, ബിലോ ആവറേജ് എന്നുള്ള രീതിയിലൊക്കെ പോയി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ശരിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ കൃഷ്ണനുണ്ണി ബെർലിനിലേക്ക് എത്തുന്നു. കൃഷ്ണനുണ്ണിയും ബ്രില്യൻ്റാണ്, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഒരുപാട് കുട്ടികളോട് ആദ്യത്തെ ടൈം കോമ്പറ്റേറ്റ് ചെയ്യുന്നൊരു സമയമുണ്ട് അല്ലേ. നിങ്ങൾക്ക് വീക്ക്ലി എക്സാംസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും കൃഷ്ണനുണ്ണി ഓർത്ത് കാണും, ഓഹ് എനിക്ക് മാർക്ക് കുറവാണല്ലോ അല്ലേ, തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ ഏറ്റവും മാർക്കുള്ള ഒരു കൂട്ടത്തിലെ കുട്ടിയായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര ഇങ്ങനെ മാർക്ക് പറയുമ്പോൾ ഒരു ആലോചിച്ചാൽ മതി. നിങ്ങൾ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് പോപ്പുലേഷനാണ്. ഒരു ആവറേജ് പോപ്പുലേഷനിലെ ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ക്യാമ്പസിൽ മുഴുവനുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇപ്പോൾ 90%, 95% മുകളിൽ മാർക്കുള്ളവർ മാത്രമാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളൊരു ആവറേജ് പോപ്പുലേഷൻ ഒരു എലീറ്റ് പോപ്പുലേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അത് നിങ്ങൾ തരണം ചെയ്യണം, അത് പണിയെടുക്കണം, നല്ലോണം പണിയെടുക്കണം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണനുണ്ണി സംബന്ധിച്ചിടത്തോളം കൃഷ്ണനുണ്ണി പറഞ്ഞു ഒരുപാട് നല്ല മിടുക്കരായ വിദ്യാർത്ഥികളുള്ള ഒരു സ്ഥലമാണ് ബ്രില്യൻ്റ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു പീരീഡിലേക്ക് നയിക്കാൻ ബ്രില്യൻ്റ് എടുക്കുന്ന ഒരു വലിയൊരു എഫേർട്ട് ഉണ്ട് അല്ലേ. കൃത്യമായ ക്ലാസ്, ഏറ്റവും ടോപ്പ് നോച്ച് ഫാക്കൽറ്റീസ്, അതുപോലെ അനുഭവിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാം അബൌട്ട് ബ്രില്യൻ്റ്. ആ ഒരു വിജയത്തിലേക്ക് എത്താൻ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡ്രീം ചെയ്ത ഡെസ്റ്റിനേഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജാണെന്ന് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. ഇവിടെ വന്നപ്പം ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ ആ കൺഫ്യൂഷനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് വലിയൊരു വിജയത്തിലേക്കാണ് കൃഷ്ണനുണ്ണി എത്തിയത്. അതിൻ്റെ പിന്നിൽ ബ്രില്യൻറ്റിനും ഒരു വലിയ പങ്കുണ്ട്. ബ്രില്യൻറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു സിസ്റ്റമുണ്ട്. അതിൽ കൃഷ്ണനുണ്ണിക്ക് പറയാൻ എന്താണുള്ളത്? ബ്രില്യൻറ്റിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായതാണ്. കാരണം അവർ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ക്ലാസ്സസും അല്ലെങ്കിൽ ആ യൂണിറ്റ്സ് ആയിട്ട് തിരിച്ച് ഓരോ സാർമാരാണെങ്കിൽ തന്നെ അവർ ആ പഠിപ്പിക്കുന്ന ചാപ്റ്റേഴ്സിനെ പറ്റി അവർ
ഏറ്റവും അടിപൊളിയാണ് ശരിക്കും കാര്യത്തിൽ. നമ്മൾ അവരോട് എന്ത് ചോദിച്ചാലും അവർ പറഞ്ഞു തരും, എല്ലാ കാര്യത്തിലും പറഞ്ഞു തരുന്നതിന് ഉപരി. എനിക്ക് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ബ്രില്യൻ്റ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ വളരെയധികം പാഷനേറ്റാണ്. അപ്പോൾ അവർ വളരെ നന്നായിട്ടാണ് പഠിപ്പിക്കുന്നത്. പല സാധനങ്ങളും ഞാൻ എൻ്റെ നോട്ട്സൊക്കെ ഇപ്പോഴും എടുത്തിട്ടുണ്ട്. അത്ര അടിപൊളി നോട്ട്സാണ്, ഭയങ്കര കംപ്ലീറ്റ് ആണ്. പിന്നെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിനേക്കാളും എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ആ ഒരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ട് സോൾവ് ചെയ്ത് തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സാണ്. ഇപ്പോൾ ഞാനൊരു നീറ്റ് എക്സാം എഴുതിയിട്ടുള്ളെങ്കിലും ഇവിടുത്തെ ടീച്ചേഴ്സ് ഒരു 10-20 നീറ്റ് എക്സാം എഴുതിയ ഒരുപാട് പിള്ളേരുടെ എക്സ്പീരിയൻസ് അവരുടെ അടുത്തുണ്ട്. അപ്പോൾ അവർ അതിൽ നിന്ന് തരുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യുബിളാണ്. അവർ നന്നായിട്ട് ഗൈഡ് ചെയ്ത് തരും നിങ്ങളെ. ഞാനിങ്ങനെ ലോസ്റ്റ് ആയിട്ടൊരാളെ ഇങ്ങോട്ട് എത്തിച്ചതിലൊക്കെ വലിയൊരു പങ്ക് അവർക്കുണ്ട്. അതൊക്കെ കൊണ്ടാണ് എനിക്കിപ്പോഴും അതിൻ്റെ ഒരു കടപ്പാടും കാര്യങ്ങളും കൊണ്ടാണ് 6 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇവരെ കാണാൻ വേണ്ടി വന്നത് തന്നെ. എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നാലേ ആ ഒരു ഡ്രീമിനോടൊപ്പം നിന്ന ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് ബ്രില്യൻ്റ് എല്ലാ അംഗങ്ങളും. ബ്രില്യൻ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബ്രില്യൻ്റിലെ ഫാക്കൽറ്റീസുമായിട്ടാവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ടാവാം, ഡയറക്ടേഴ്സുമായിട്ടാവാം, അങ്ങനെ എന്തെങ്കിലും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ടീച്ചേഴ്സിനോട് പൊതുവെ താല്പര്യമുള്ള കൂടുതലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ എന്ന് പറഞ്ഞാൽ CAG അനൂപ് സാറ്, കെമിസ്ട്രി എടുത്തുന്നത് സാറ് എനിക്ക് കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അല്ലാണ്ടും പുള്ളി ട്യൂഷൻ എടുക്കുന്നിടത്തൊക്കെ പോയി പുള്ളിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കാലിക്കറ്റ് പോയ പിന്നെ അധികം പുള്ളിനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാറ് എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു. ഇപ്പം എനിക്ക് MBBS കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ BSc കെമിസ്ട്രിക്ക് പോയാനെ. എനിക്ക് സാറ് അത്രയും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു, എടുത്തു പറയാനുള്ളൊരു പേരാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്തത് എൻ്റെ ക്ലാസ് ടീച്ചർ ടിൻഡുമുസ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു സാറുണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു, ജിത്ത് സാറും ജോബിൻ സാറും. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്ത് സാറാണ് എനിക്ക്, ജോബിൻ സാറും എന്നെ ഒരുപാട് പുഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജിത്ത് സാറാണ് എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തേക്കണേ. കാരണം ആദ്യമൊക്കെ വന്നപ്പോൾ ഇങ്ങനെ മോശം റാങ്കൊക്കെ ആയിട്ട് പുള്ളി എടുത്ത് പോകുമ്പോൾ സാറിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും, അങ്ങനെയൊക്കെ കളിയാക്കിയൊക്കെ വിടും, തള്ളിയൊക്കെ വിടുമെങ്കിലും പിന്നെ എനിക്ക് വാശിയായി സാറിനെ കൊണ്ട് പറയിപ്പിക്കണം, സാറ് നന്നായിട്ട് മാർക്കൊക്കെ ഉണ്ടല്ലോ എന്ന് പറയിപ്പിക്കണം എന്ന് എനിക്ക് വാശിയായി. അങ്ങനെ പഠിച്ച് നല്ല മാർക്ക് കിട്ടി, പുള്ളി ഹാപ്പി ആയതിനകത്ത്. സാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. സാറ് കുറച്ചും കൂടെ റഫായിരുന്നു സത്യം പറഞ്ഞാൽ, ഭയങ്കര സോഫ്റ്റ് ഒന്നും ആയിരുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റും, പക്ഷേ ഇവനോട് പറയേണ്ട രീതി ഇതല്ല, ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവൻ ലക്ഷ്യത്തിലെത്തും. ആ ഒരു മുൻവിധി ഉള്ളതുകൊണ്ടായിരിക്കും സാർ അങ്ങനെ കൃഷ്ണനുണ്ണിയോട് പറയുന്നത്, അല്ലെ നിനക്ക് ചിലപ്പം കിട്ടാൻ ചാൻസ് കുറവാണ് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എനിക്ക് പഠിക്കണം, നേടിയെടുക്കണം, ആ ഒരു കോൺഫിഡൻസ് കൃഷ്ണനുണ്ണിക്ക് ഉണ്ടാവുമെന്ന് സാറിന് അറിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ പറഞ്ഞത്, അല്ലെ? കൃഷ്ണനുണ്ണി ഈ ഒരു ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ടെൻഷനെയൊക്കെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്, എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ലക്ഷ്യസ്ഥാനമുണ്ടായിരുന്നു. അത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ്, കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജ്. അവിടേക്ക് ഫൈനലി എത്തിച്ചേരുകയാണ്. സ്വപ്നം കണ്ട ആ ഒരു സ്ഥാപനത്തിലേക്ക്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൃഷ്ണനുണ്ണി എത്തിച്ചേരുകയാണ്. ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു ഫീല് എന്തായിരുന്നു? ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു. കാരണം എന്നെ അഡ്മിഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കാർ ഓടിച്ചു പോയപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഞാനും വരാം, എനിക്കും കോളേജ് കാണണം. കാരണം കോളേജ് കാണാൻ മാത്രം ഉണ്ട് ശരിക്കും. കാരണം വലിയൊരു കോളേജ്, നടുക്കൊരു വലിയ ക്ലോക്ക് ടവർ, ഞങ്ങളുടെ കോളേജിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ക്ലോക്ക് ടവർ. നടുക്ക് വലിയ ഗാർഡനിൽ ഫുൾ പൂക്കൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുളം വന്നിട്ടുണ്ട്, ഒരു ചെറിയ മുളങ്കാട്, അതിൻ്റെ സൈഡിലൊരു ക്യാഫേ, പിന്നെ കുറേ സീറ്റ്സ്. കോളേജ് ഭയങ്കര രസമാണ്. ഇത് ഈ ഗാർഡനും കോളേജും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉപരി ക്യാമ്പസ് കോഴിക്കോട് എന്നുള്ള നാട് തന്നെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഒരു അക്കാഡമിക് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോളേജിൽ എല്ലാ തരം കേസസും കാണും, എന്ത് പഠിക്കാനൊക്കെ സെറ്റാണ് കോളേജ്. പിന്നെ ക്യാമ്പസ് ലൈഫ് ഭയങ്കര ലൈവ്ലിയാണ്. കാരണം കോളേജിൽ എപ്പോഴും പ്രോഗ്രാംസും കാര്യങ്ങൾ, പിന്നെ യൂണിയൻ ഇനോഗ്രേഷൻ, ഒരു കോളേജ് ഡേ എന്ന് പറഞ്ഞ വേറെ ദിവസം, PG ഡേ എന്ന് പറഞ്ഞ വേറെ ദിവസം, പിന്നെ സീനിയേഴ്സ് ഗ്രാജുവേറ്റ് ചെയ്ത് മുമ്പ്. ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര വലിയ പരിപാടിയാണ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോളേജ് ലൈവ്ലിയാണ്. എനിക്ക് ഇപ്പോൾ പലരും ആണെങ്കിൽ പോലും വേറെ കോളേജസ് നിന്നൊക്കെ വന്നവരാണ് പോലും നല്ല അടിപൊളി ക്യാമ്പസ് ആണല്ലോ, നൈസാണ്. സോയായിട്ട് ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, നന്നായിട്ട് വീണ വായിക്കും. പിന്നെ അതുപോലെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? വീണ വായിക്കും, കുറച്ച് സ്പോർട്സിലൊക്കെ ആയിട്ടുണ്ട്, ബാഡ്മിൻ്റൺ. അതിനൊക്കെ എങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബിൽഡ് ചെയ്യുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് എൻ്റെ ആർട്ടിസ്റ്റിനെയാണ് ശരി കുറച്ചും കൂടി പുറത്തോട്ട് കൊണ്ടുവന്നത്. ഞാൻ വീണ മാത്രം അറിയാവുന്ന ഒരാളായിരുന്നു. ഞാനവിടെ പോയിട്ട് അക്കോസ്റ്റിക് ഗിറ്റാർ വായിക്കാൻ പഠിച്ചു, ബേസ് ഗിറ്റാർ വായിക്കാൻ പഠിച്ചു, കഹൂൺ വായിക്കും. ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു കാലിക്കറ്റിൽ. പ്രീ കോവിഡ് സമയത്ത് ഞങ്ങൾ
കോളേജിനടുത്തുള്ള കുറേ ക്യാഫേസിൽ പോയി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഹൗസ് സർജനായ സമയത്ത് ഇൻ്റർ സോൺ, അതായത് കുഹാസിൻ്റെ ഇടയിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ ഇടയിലുള്ള എല്ലാ കോളേജസിനും തമ്മിലുള്ള ആർട്ട് ഫെസ്റ്റിൽ കപ്പടിച്ചു. അത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് വന്ന ടീമിനേക്കാളും ഇരട്ടീൻ്റെ അടുത്ത് ഞങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നു. വൻ ഭൂരിപക്ഷത്തോടെയാണ് കപ്പടിച്ചത്. വലിയ ഇതൊക്കെയായിരുന്നു, വലിയ സ്വീകാര്യതയൊക്കെ ആയിരുന്നു. ഈ ആയിട്ടുള്ളൊരു ട്രോഫിയൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു, കപ്പടിച്ച്. പിന്നെ ബാൻഡിലാണെങ്കിൽ പോലും നമ്മൾ 2-3 ഇൻ്റർ സോൺ കപ്പടിച്ചിട്ടുണ്ട്, കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളേജിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് കുറേ മ്യൂസീഷ്യൻസ് ഉണ്ടാവും. ഞങ്ങളുടെ ഗാർഡനിൽ രാത്രി വെയിലൊക്കെ അറിയിട്ട് വെറുതെ പോയിരുന്ന പാട്ടൊക്കെ പാടിയിരിക്കും. ഭയങ്കര ലൈവ്ലി ആയിരുന്നു, ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്യാമ്പസിൽ ജീവിക്കുന്നവരായിരുന്നു നിങ്ങൾ. ശരിക്കും ഒരുപാട്. ഓക്കെ, ഇപ്പോൾ വെറും കൃഷ്ണനുണ്ണിയല്ല, ഡോക്ടർ കൃഷ്ണനുണ്ണിയാണ് അല്ലേ? പഠിച്ചിറങ്ങി അല്ലേ? ഇപ്പോൾ ക്യാമ്പസ് ലൈഫൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഹൗസ് സർജൻസി കഴിഞ്ഞു. യെസ്, അപ്പോൾ ഡോക്ടർ കൃഷ്ണനുണ്ണിയായിട്ട് നിൽക്കുകയാണ്. ആ ഒരു ഫീലുണ്ടല്ലോ, ഡോക്ടറായിട്ട് നമ്മൾ നിൽക്കുന്നൊരു ഫീല്, അതിനെങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്? ഇതിപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഹൗസ് സർജൻസി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ റെഡ് ഏരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെർട്ടിക്കുലറായിട്ടുള്ള പേഷ്യൻസ് വരുന്നൊരു സ്ഥലമാണ്. അവിടെ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന റോള് ശരിക്കും പറഞ്ഞാൽ മിനിമലായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കാണുക, അവിടെ നമ്മുടെ മുന്നിൽ മരിക്കാൻ കിടക്കുന്ന ഒരാൾ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ട്. അന്നേരം കിട്ടുന്ന ഫീൽ അത് ഭയങ്കര തന്നെയാണ്. എനിക്ക് അത് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ ഒരാൾ മരിക്കാൻ കിടക്കുന്ന ആൾ നമ്മൾ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ അത് ശരിക്കും വേറെ തന്നെ ഫീലാണ്. അതായത് ഒരാളുടെ അയാൾക്കൊരു വലിയൊരു പ്രതീക്ഷയാണ് നിങ്ങൾ അല്ലേ? അവരുടെ ഒരു പ്രതീക്ഷ, അതായത് ഒരു ഡോക്ടറെ വന്ന് കാണുന്ന ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് അവർ ഏതാനും കുറച്ച് നാളുകൾ, ഇപ്പം നമ്മുടെ ഒരു കൃത്യമായ ഗൈഡൻസിലൂടെ അല്ലേ, ഒരു പരിപാലനത്തിലൂടെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ വരുന്നൊരു കാഴ്ച തിരിച്ച് അല്ലേ ബാക്ക് ടു ട്രാക്കിലേക്ക് ആവുന്ന ഒരു കാഴ്ച ഭയങ്കര സന്തോഷം തരുന്നതാണ് കൃഷ്ണനുണ്ണി പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂ പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മുടെ കൃഷ്ണനുണ്ണിയെ പരിചയപ്പെടുത്തിയൊരു രീതിയുണ്ട്. ഒരു ട്രാവലറാണ്, അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് ഉപകരണം ഇപ്പോൾ പറഞ്ഞു, വീണ, ഗിറ്റാർ അങ്ങനെയൊക്കെ പ്ലേ ചെയ്യുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സാന്നിധ്യമായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് കൃഷ്ണനുണ്ണി. അപ്പം ബ്രില്യൻറ്റിലേക്കൊക്കെ വന്ന സമയത്തുണ്ടായിരുന്ന ഒരു കൃഷ്ണനുണ്ണിയുണ്ട്. ചെറിയൊരു ഭീതിയോടുകൂടി എക്സാമുകളെ കാണുക, അല്പം ടെൻഷനോടുകൂടി കടന്നു പോവുക, എങ്കിലും ലക്ഷ്യത്തിൽ മുറുകെ പിടിച്ച് ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കാൻ കൃഷ്ണനുണ്ണി മറന്നില്ല. തൻ്റെ കഠിനമായ അധ്വാനം, അതിനു വേണ്ടിയിട്ട് കൃഷ്ണനുണ്ണി പറഞ്ഞു നന്നായിട്ട് പണിയെടുത്തു. ആ പണി ശരിക്കും വർക്കൗട്ട് ആയെന്ന് തന്നെ പറയാം. സ്വപ്നം കണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൃഷ്ണനുണ്ണി ഭയങ്കര സന്തോഷത്തോടുകൂടി കയറി ചെല്ലുകയാണ്. ആ ഒരു ഫീല് ശരിക്കും പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് എന്ന് കൃഷ്ണനുണ്ണിയുടെ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേയെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഞാനിപ്പോൾ പോകുന്ന പാത്ത് റൈറ്റാണോ? നിങ്ങൾ റൈറ്റാണ്, പക്ഷേ നിങ്ങൾ അതനുസരിച്ച് കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള സമയവും വിലപ്പെട്ടതാണ്. നമ്മുടെ സമയം ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കുക. കൃഷ്ണനുണ്ണിയെപ്പോലെ ഒരു നാൾ നിങ്ങളും ഒരുപാട് സന്തോഷത്തോടുകൂടി ബ്രില്യൻ ക്യാമ്പസിലേക്ക് എത്തും. നിങ്ങളെ പഠിപ്പിച്ചവരെയും നിങ്ങളെ കുറച്ചൊക്കെ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് നയിച്ചവരെയും ഒക്കെ വന്ന് നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യവും സത്യമാണ്, നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാകും. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.